അപ്പൊ അതിനെ നമുക്ക് ബ്ലോക്ക് മാറ്റാനായിട്ടുള്ള വ്യായാമങ്ങളാവാം, അതുപോലെ തന്നെ മെഡിറ്റേഷൻ ആവാം, അതുപോലെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ അവർക്ക് കുറേയൊക്കെ ചെയ്യാം. പലവിധ അനുഭവങ്ങൾ നിരന്തരം ഇങ്ങനെ ആകുല ചിന്തകൾ കൂടുമ്പോഴാണ് ഡിപ്രഷൻ സ്റ്റേജിലേക്കൊക്കെ വരുന്നത്. അപ്പൊ ഇവരുടെ മനസ്സും വളരെ കാം ആൻഡ് പീസ്ഫുൾ ആയി മാറിക്കഴിയുമ്പോൾ ക്രമേണ ഡിപ്രഷനും അത് ഇല്ലാതാവും. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് മനസ്സിനെ നമുക്ക് ഹാപ്പിയാക്കി വെക്കുന്നത്. ഡിപ്രഷൻ, ആൻസൈറ്റി, ഈ രണ്ട് പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് എല്ലാവരുടെയും ജീവിതത്തിൽ. ഇത് റേക്കിയിലൂടെ നമുക്ക് എങ്ങനെയാണ് മാറ്റാൻ സാധിക്കും? തീർച്ചയായിട്ടും സാധിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഹീൽ ചെയ്യുമ്പോഴും അവരുടെ മനസ്സിനെ കൂടാണ് ഹീൽ ചെയ്യുന്നത്. അത് അവര് പറഞ്ഞില്ലെങ്കിൽ കൂടെ അവരുടെ മനസ്സിനെ കൂടാണ് ഹീൽ ചെയ്യുന്നത്. ഇപ്പൊ ഒരുപാട് പേർക്കുണ്ട് ഈ ഭയങ്കരമായിട്ടുള്ള പ്രഷർ. പക്ഷെ ഇത് സമൂഹത്തിനെ ബാധിച്ചിരിക്കുന്നതിന്റെ കാരണം ഇവർക്ക് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാത്തോണ്ടാണ്. കാരണം ഇതെല്ലാം ഐ ആം ദ ഡൂവർ എന്നുള്ള രീതിയിലാണ് അവരിയ്ക്കുന്നത്. ഇതെല്ലാം ഞാനാണ് ചെയ്യുന്നത്, അതുകൊണ്ട് എനിക്ക് ഡിപ്രഷൻ വന്നു, അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു വിഷമാവസ്ഥ വന്നു. അപ്പൊ ഇത് ഡിപ്രഷൻ കൂടും. ഇപ്പോഴുള്ള ഈ വിഷമാവസ്ഥ വന്നതിന്റെ കാരണക്കാരി ഞാനാണെന്നാണ് അവര് വിചാരിക്കുന്നത്. പക്ഷെ ഇതിന്റെ പിന്നാമ്പുറത്ത് ഉള്ള കാരണങ്ങൾ അവരറിയുന്നില്ല. കാരണം ഇത് ഇങ്ങനെ സംഭവിച്ചത് അവർക്ക് വന്ന ഓരോ അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണല്ലോ ഡിപ്രഷൻ വരുന്നത്. അവരുടെ ആ മനോനില മാറുകയാണ്. പലവിധ അനുഭവങ്ങൾ നിരന്തരം ഇങ്ങനെ ആകുല ചിന്തകൾ കൂടുമ്പോഴാണ് ഡിപ്രഷൻ സ്റ്റേജിലേക്കൊക്കെ വരുന്നത്. അപ്പൊ ഏത് കാര്യവും ഇത് ഈശ്വര നിശ്ചയമാണ്, അതെല്ലാം ഈശ്വരേച്ഛ പോലെ നടക്കട്ടെ എന്നുള്ളൊരു സറണ്ടറിങ് മനോഭാവവും, പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ കർമ്മം അനുസരിച്ചാണ് നമുക്ക് ഇതെല്ലാം നമ്മളെ അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ള ഒരു സമാധാനമായിട്ടുള്ള ഒരു ചിത്തത, അല്ലെങ്കിൽ ഒരു സമചിത്തത നമുക്ക് മാനം വന്നാലും അപമാനം വന്നാലും ഒരേപോലെ നമ്മൾ കാണുന്ന ഒരു വ്യക്തിക്ക് വലിയ സന്തോഷവും ഇല്ല, വലിയ ദുഃഖവും ഇല്ല, അല്ലേ? ഇപ്പൊ യോഗിമാർക്ക് വല്ലതും ഡിപ്രഷനുണ്ട്? ഇല്ല. ഇപ്പോഴത്തെ കാലത്തെ ഒരു ട്രെൻഡാണിത്, ഡിപ്രഷൻ, ആൻസൈറ്റി, ഇതല്ലേ എവിടെ നോക്കിയാലും. പിന്നെ പല വിധത്തിലുള്ള അസുഖങ്ങള് ഇല്ലേ, PCOD പോലുള്ള അസുഖങ്ങള്, അങ്ങനെയൊക്കെയുള്ള പല അസുഖങ്ങൾ വരുന്നതും കുറെയൊക്കെ മെന്റലിയാണ്. സൈക്കോസൊമാറ്റിക് ഡിസീസസ് എന്ന് പറയും, അതായത് നമ്മൾ മനോജന്യ രോഗങ്ങള്. അപ്പൊ ഇത് നമ്മുടെ സേക്രൽ ചക്ര, അതായത് സ്വാധിഷ്ഠാന ചക്രത്തിന്റെ ആ ഒരു ബ്ലോക്ക് കാരണമാണ് വരുന്നത് കൂടുതൽ ഡിപ്രഷൻ അങ്ങനത്തെ ഒക്കെ ലെവലിലേക്ക് വരുന്നത്. അപ്പൊ ഇതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ആ ചക്രങ്ങൾ ക്ലെൻസ് ചെയ്ത് ഹീൽ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ എല്ലാ മേഖലകളിലും അത് അഫക്റ്റ് ചെയ്യും. അവരുടെ സാമ്പത്തിക മേഖലകളിൽ അഫക്റ്റ് ചെയ്യും, വൈകാരിക മേഖലകളിൽ അഫക്റ്റ് ചെയ്യും, റിലേഷൻഷിപ്പിൽ അഫക്റ്റ് ചെയ്യും. അപ്പൊ അവർക്ക് വന്നു ചേരുന്ന ആളുകളും അവരെ കൂടുതൽ വിഷമിപ്പിക്കുന്നവരായിരിക്കും. അത് നമ്മുടെ ഈ സേക്രൽ ചക്ര ബ്ലോക്ക്ഡ് ആയതുകൊണ്ടാണ് സംഭവിക്കുന്നത്. അപ്പൊ അതിനെ നമുക്ക് ബ്ലോക്ക് മാറ്റാനായിട്ടുള്ള വ്യായാമങ്ങളാവാം, അതുപോലെ തന്നെ മെഡിറ്റേഷൻ ആവാം, അതുപോലെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ അവർക്ക് കുറേയൊക്കെ ചെയ്യാം. യോഗയൊക്കെ ചെയ്യുന്നതിലൂടെ കുറെ അധികം മാറ്റങ്ങൾ വരും. കാരണം ഈ ചക്രങ്ങളെല്ലാം ആക്ടിവേറ്റഡ് ആവും. പക്ഷെ അതൊരു പരിധിയുണ്ട്, ഒരു പരിമിതിയുണ്ട്. ചെറിയ രീതിയിലേ അതിന് മാറ്റം വരുത്തുള്ളൂ. പക്ഷെ നമുക്കൊരു പവർഫുൾ ഹീലിംഗ് അവിടെ കൊടുത്താലോ, ക്ലെൻസ് ചെയ്ത് ആ ചക്രങ്ങളെ പർപ്പസ്ഫുള്ളി അവിടെ ക്ലെൻസ് ചെയ്ത് ആ ചക്രങ്ങളെ ബ്ലോക്ക് മാറ്റുവാണെങ്കിൽ ഇവർക്ക് ഒരുപാട് മാറ്റം ഉണ്ടാവും. അപ്പോഴ് ആ ഒരു ചക്രയെ അടിസ്ഥാനമാക്കിയും അവരുടെ മനസ്സിനെ അടിസ്ഥാനമാക്കിയുള്ള ഹീലിംഗ് ആണ് നടക്കുന്നത്. അപ്പൊ ഇവരുടെ മനസ്സും വളരെ കാം ആൻഡ് പീസ്ഫുൾ ആയി മാറിക്കഴിയുമ്പോൾ ക്രമേണ ഡിപ്രഷനും അത് ഇല്ലാതാവും. അങ്ങനെയാണ് ഞാൻ ചെയ്തു വരുന്നത്. അപ്പൊ ഇവിടെ ഞാൻ ചെയ്യുമ്പോഴേ അവര് പറഞ്ഞില്ലെങ്കിലും ഇല്ലെങ്കിലും അവര് സാധാരണ ഞാൻ പറയുന്നത് ഒരു ഫോട്ടോ സെൻഡ് ചെയ്യാൻ പറയും. കാരണം എനിക്ക് അവരുടെ ജസ്റ്റ് ഒരു മുഖം, ഇപ്പൊ ആതിര ഹീൽ ചെയ്യണമെങ്കിൽ ആതിരയുടെ ബോഡിയുടെ ആവശ്യമില്ല, ആതിരയുടെ ആ മുഖം മാത്രം ക്ലിയർ ആയാൽ മതി. അപ്പോഴ് അങ്ങനെ ഒരു ഫോട്ടോ നല്ല ക്ലോസപ്പില് തരാൻ പറയാം. അപ്പൊ ഈ മുഖം എന്റെ മനസ്സിൽ വെച്ചിട്ടാണ് ഹീൽ ചെയ്യുക. അപ്പൊ ആ ചക്രങ്ങളെല്ലാം ആ യഥാസ്ഥാനത്ത് നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റും. അതിന് ശരീരത്തിന്റെ ആവശ്യം യഥാർത്ഥത്തിലില്ല. ഡിസ്റ്റന്റ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരാളിന്റെ ഒരു ശരീരം കണ്ടല്ലല്ലോ ചെയ്യുന്നത്, പക്ഷെ അത് അവർക്ക് മാറ്റം വരും. അപ്പൊ ഞാൻ ഒരാളിനെ ഹീൽ ചെയ്യാനായിട്ട് സമീപിച്ചു കഴിയുമ്പോഴേ ആ വ്യക്തികൾക്കുള്ള പ്രശ്നങ്ങളും കൂടെ എഴുതിയിടാൻ പറയും, അവരുടെ ആഗ്രഹവും. ഇപ്പൊ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും, ഡിപ്രഷൻ ഉണ്ടാവും, ആൻസൈറ്റി കാണും, പിന്നെ അതുപോലെ തന്നെ പല ഇമോഷണൽ സ്റ്റേറ്റും അവര് പറയും. അപ്പൊ അപ്പൊ എവിടെയാണ്
അതിന്റെ പ്രശ്നം ഇരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവും. ഇത് വായിക്കുമ്പോഴേ എവിടെയാണ് കൂടുതലായിട്ട് പ്രശ്നം, അപ്പൊ അവിടെ ഞാൻ ഹീൽ ചെയ്യും. ക്ലെൻസ് ചെയ്ത് ഹീൽ ചെയ്യുമ്പോൾ അവരുടെ മനസ്സിന് മാറ്റം ഉണ്ടാവും. അപ്പൊ അവര് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും എൻ്റെ അടുത്ത് പറയണം എന്ന് പറയും. കാരണം ഞാനൊരു ഇൻഡ്യൂഷനിലൂടെയാണ് ഹീൽ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. കാരണം ഞാൻ ഈ മെത്തേഡുകളൊന്നും അന്ധമായിട്ട് ഫോളോ ചെയ്യുന്നില്ല. എൻ്റെ ഒരു ഇൻഡ്യൂഷൻ, അത് ഈശ്വരീയമായി എനിക്ക് ദൈവം തന്ന ഒരു കഴിവാണ്. അപ്പൊ ആ ഇൻഡ്യൂഷനിലൂടെ ഹീൽ ചെയ്യുമ്പോഴേ നമുക്ക് ഏത് രീതിയിൽ ഒരു വ്യക്തി നമ്മളെ സമീപിക്കുമ്പോഴേ എന്തൊക്കെ പ്രശ്നങ്ങളുമായിട്ടാണ് വരുന്നത് അത് ഒന്ന് പരിശോധിക്കും. ആ പ്രശ്നങ്ങൾ സ്പെസിഫിക് ആയിട്ട് പറയണമെന്ന് പറയും. അത് പറയാതിരിക്കുമ്പോൾ ചിലരുടെ അത് പറയാതിരുന്നാലും അത് മാറിപ്പോകുന്നുണ്ട്. നമ്മുടെ ആ ഹീലിംഗിൽ പറയാതിരുന്നാലും അത് മാറിപ്പോകുന്നുണ്ട്. പക്ഷെ ചിലരുടെ കാരണം ഞാൻ കംപ്ലീറ്റ് തറോ ഹീലിംഗാ ചെയ്യുന്നത്. കംപ്ലീറ്റ് ക്ലെൻസ് ചെയ്ത് ഹീൽ ചെയ്യും. ഇന്റേണൽ ഓർഗൻസ്, അതുപോലെ തന്നെ നമ്മുടെ ബോഡി പാർട്സ് എല്ലാം ഹീൽ ചെയ്യും. പിന്നീട് നമ്മുടെ ഓറ ക്ലെൻസ് ചെയ്ത് ഹീൽ ചെയ്യും. പിന്നീട് പലതരത്തിലുള്ള ഹീലിങ്ങുകൾ അതിനകത്ത് അപ്ലൈ ചെയ്യും. പല ഹീലിങ്ങുകളാണ് അതിൽ ഒരേ സമയം അപ്ലൈ ചെയ്യുന്നത്. അതിന്റെ കൂട്ടത്തില് മിറക്കിൾ സംഭവിക്കുന്നത് എപ്പോഴും എൻ്റെ ഇൻഡ്യൂഷനിലൂടെയുള്ള ഹീലിംഗ് തന്നെയാണ്. അപ്പൊ അത് ഞാൻ വേറിട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് മനസ്സിനെ നമുക്ക് ഹാപ്പിയാക്കി നിർത്തുന്നത്. കാരണം നമ്മുടെ ഈ ഇൻഡ്യൂഷനിലാണ് ചെയ്യുമ്പോൾ അവർ പിന്നീട് ഒരു പുതിയ ഒരാളാണ്. അപ്പൊ വളരെ മൂടിയായിട്ട് കഴിഞ്ഞൊരു ദിവസം ഒരു കുട്ടി എന്നെ വിളിച്ചിരുന്നു. അപ്പൊ അതിന് ഞാൻ ഹീൽ ചെയ്യാന്ന് പറഞ്ഞു. അത് ആദ്യം സംസാരിച്ചത് അതിന് ഞാൻ ടൈം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് നമ്മൾ ഒരാളിനെ അറിയാതെയും ചെയ്യാം. ഇപ്പൊ മാനസിക രോഗികളായിട്ടുള്ള ആളുകളെ നമ്മൾ അവരോട് പറഞ്ഞിട്ടല്ല ചെയ്യുന്നത്, അറിയാതെ ചെയ്യാം. അവർക്ക് ഹീലിംഗ് എന്തോന്ന് പോലും വയ്യാത്തവരുണ്ട്. ബോധം കെട്ടുകിടക്കുന്ന ഒരു വ്യക്തി, അങ്ങനെയുള്ള വ്യക്തിയെ നമ്മൾ പറഞ്ഞുകൊണ്ടല്ലല്ലോ ഹീൽ ചെയ്യുന്നത്, അല്ല, അത് മാറിപ്പോകുന്നുണ്ട്. പക്ഷെ അങ്ങനെയും നമുക്ക് ചെയ്യാം. പിന്നെ നമുക്ക് ഒരാളിന്റെ ക്യാരക്ടർ മാറ്റണം. കാരണം വീട്ടിൽ എപ്പോഴും വഴക്കും ഒരു അലസന്റെ ഒക്കെ ഉണ്ടാക്കുന്നു എന്നുള്ള ആ വ്യക്തി പിന്നെ നല്ല കൂളാകുന്നതായിട്ട് കാണാം. പക്ഷെ അത് ആ വ്യക്തി അറിഞ്ഞിട്ടല്ല. കാരണം അവർക്ക് ഇതിൽ വിശ്വാസം കാണത്തില്ല. എങ്കിലും നമുക്കത് ചെയ്യാം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ ആവശ്യം അറിഞ്ഞു വരുന്നവർക്ക് ചെയ്തു കൊടുക്കണമെന്ന് പറയുന്നതില് മറ്റൊരു കാര്യമുണ്ട്. ഇത് ആവശ്യക്കാരെന്ന് പറയുന്ന അവരുടെ വീട്ടുകാർ തന്നെയാണ്. അവർക്ക് ആവശ്യമുണ്ട്, അപ്പൊ നമുക്ക് ചെയ്യാം. യഥാർത്ഥത്തിൽ ആരും ആവശ്യപ്പെടാതിരുന്നാൽ നമ്മൾ ചെയ്തു കൊടുക്കേണ്ട കാര്യമില്ല. ഇത് ആ വീട്ടില് അവര് ആ ബുദ്ധിമുട്ട് സഹിക്കുന്നുണ്ട്, അപ്പൊ അവർ ആവശ്യക്കാരല്ലേ, അപ്പൊ അവർക്ക് വേണ്ടി ആണ് മറ്റേ ആളിനെ ചെയ്തു കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് ചെയ്യാം. ചെയ്യുമ്പോഴേ ഞാൻ ഇതെല്ലാം ചെയ്യും. പിന്നീട് ഓരോ ചക്രങ്ങളെയും ക്ലെൻസ് ചെയ്ത് ഹീൽ ചെയ്യുകയും കൂടെ ചെയ്യും. അപ്പൊ അവിടെ ബ്ലോക്കായി കിടക്കുന്ന എല്ലാ കാര്യങ്ങളും അതിലൂടെ മാറിപ്പോവും. അവര് പിന്നീട് ആ കുട്ടി എന്നെ വിളിച്ചിട്ട് പറയാണ്, ടീച്ചറെ എനിക്കിപ്പോ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. അപ്പൊ അത് നമ്മള് പലതും അവര് ഇങ്ങോട്ട് ആവശ്യപ്പെടാതെ ചെയ്യുന്നുണ്ട്. എന്നാൽ ഡിപ്രഷനും ആൻസൈറ്റിയും ഒക്കെ പ്രത്യേകം പറയുന്നവർക്ക് കൂടുതൽ ഫോക്കസ് ചെയ്ത് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും മറ്റുള്ളവരോട് പറയുന്നത്, നിങ്ങളെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് എനിക്ക് എഴുതി തന്നെ ടൈപ്പ് ചെയ്തിടണം. കാരണം നമ്മൾ ഈ വോയിസ് കേൾക്കുമ്പോൾ നമുക്കത് തലയിൽ ഓർമ്മ നിൽക്കത്തില്ല. ഇത് ടൈപ്പ് ചെയ്ത വാക്കുകളിലൂടെ കടന്നു പോകും. ഇതിനിടയിൽ അവര് ടൈപ്പ് ചെയ്തിട്ടിരിക്കുന്ന വാക്കുകൾ എന്തൊക്കെയായിരുന്നു അവർ പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ ഹീൽ ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും നോക്കും നമ്മള്. അതിൽ മറ്റേത് നമുക്ക് നോക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മുടെ എനർജി ഡൗൺ ആയിക്കൊണ്ടിരിക്കും. ആ കിട്ടുന്ന ഊർജ്ജം അവർക്ക് കിട്ടണം. അവർക്ക് റിസൾട്ട് കിട്ടണമെങ്കിൽ അവർ കൃത്യം അത് ടൈപ്പ് ചെയ്ത് തന്നെ ഇടണം. അപ്പൊ പലരും ഇങ്ങനെ വോയിസ് ഇട്ട് പറയാറുണ്ട്. ഞാൻ പറയും, വോയിസ് ഒന്നും നമുക്ക് രക്ഷയില്ല. നിങ്ങൾക്ക് റിസൾട്ട് കിട്ടണമെങ്കിൽ ഇത് ടൈപ്പ് ചെയ്തിടുക. അതിലൂടെ കടന്നുപോയാണ്. അല്ലെങ്കിൽ നിങ്ങൾ എനർജി ഡൗൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹീലിംഗ് റിസൾട്ട് കിട്ടത്തില്ല. 100% നിങ്ങൾക്ക് ഹീലിംഗ് കിട്ടണമെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യണം, ഞാൻ പറഞ്ഞ പോലെ. പക്ഷെ എന്നാൽ പലരും കഴിഞ്ഞൊരു ദിവസം ഇപ്പൊ എന്റെ ഗ്രൂപ്പിൽ വന്നു ചേർന്ന, പഠിക്കണം എന്ന് പറഞ്ഞ് വന്നു ചേർന്ന ഒരു കുട്ടിയുണ്ട്. അപ്പൊ അതിന് പല്ലുവേദന ഉണ്ടായിരുന്നാ പറയുന്നത്. പല്ലുവേദന ഏതോ വർഷങ്ങളായിട്ടുണ്ട്. ഒരു ഭാഗം ഇങ്ങനെ കുത്തി വലിക്കുന്ന പോലെ അസംഖ്യമായിട്ടുണ്ടായിരുന്നു. അത് പറയാൻ വിട്ടുപോയി. പക്ഷെ ഹീലിംഗ് കഴിഞ്ഞപ്പോ അതിനുണ്ടായ മാറ്റം എന്ന് വെച്ചാൽ അത് അനുഭവപ്പെടുന്നില്ല. പിന്നെ ദിവസങ്ങളോളം, ഇപ്പൊ ഇത്രയും ദിവസമായി അതിന് അനുഭവപ്പെടുന്നേ ഇല്ല. പറയാതെ തന്നെ മാറി. അത് ഞാൻ പറയണമെന്ന് പറയുന്ന ഇൻഡ്യൂഷനിലൂടെ ചെയ്യാൻ വേണ്ടിയാ. പക്ഷെ പറയാതെ തന്നെ ഞാൻ എന്താ ചെയ്യുന്നത്, എല്ലാ ബോഡി പാർട്സും ഹീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്ക് ആ ഭാഗത്തോടെ ഹീലിംഗ് ചെയ്യുന്നു. അവർക്ക് ചിലത് ഫീൽ ചെയ്ത് തന്നെ അവർക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഞാൻ ചക്രങ്ങളിൽ തൊടുന്നതായിട്ട് അവർക്ക് ഫീലിംഗ് വരാറുണ്ട്. ഓരോ ചക്രങ്ങളിലും ആ ഒരു ഭാഗത്ത് ഇങ്ങനെ ടച്ച് ചെയ്യുന്ന ഫീലിംഗ് വരുന്നുണ്ട് അവർക്ക്. ആ ക്ലെൻസ് ചെയ്യുന്നതും ഒക്കെ ആ ചക്രങ്ങളുടെ ആ ബന്ധം വിടുവിക്കുമ്പോഴേ അവര് ഓട്ടോമാറ്റിക്കായിട്ട് ഉണരുന്നുണ്ട്. ആ ചക്രങ്ങളിലെല്ലാം കടന്നു പോകുന്നത് ആ വൈബ്രേഷനും അത് ഫീൽ ചെയ്യുന്നവരുണ്ട്.
പക്ഷെ ഒരുപാട് ബ്ലോക്ക് ഉള്ളവരാണെങ്കിൽ അത് ഫീൽ ചെയ്യത്തില്ല. അല്ലാത്തവർക്ക് ഇത് നന്നായിട്ട് ഇഫക്റ്റ് ചെയ്യും. അവരുടെ ആ മാനസികാവസ്ഥകളെല്ലാം മാറി ഉഷാറാവും. തീർച്ചയായിട്ടും ഒരു കാര്യവും അസാധ്യമായിട്ടില്ല. റേക്കിൽ നമുക്ക് എല്ലാം സാധ്യമാണ്.